welcome back to my YouTube channel. This is actually New Year, so happy New Year guys. ഞാൻ ഇന്നലെ അതായത് 31st Eve തൊട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വരും. വർഷങ്ങൾക്കല്ല കണ്ടിട്ടേ ഇല്ലല്ലേ പെരേഡില് 31st ഇത്ര തിരക്കുറവ്. ഇപ്രാവശ്യം വെളിയിൽ മാത്രമേ ഉള്ളല്ലോ, അവിടെ അടുക്കാൻ പറ്റില്ല ഓഫ് കോഴ്സ്. പക്ഷെ അങ്ങോട്ട് എനിക്ക് പോകാൻ പേടി ആക്ച്വലി. ഗൈസ് പപ്പാനി 4-5-6 2-ാം തീയതി കൊച്ചിൻ കാർണിവൽ, പിന്നെ 3-4-5-6 ഇവിടെ പരിപാടികൾ ഉണ്ടാവും. DJ മെഗാ ഷോ മാറ്റി വെച്ച എല്ലാ പരിപാടികളും ഉണ്ടാവും. അല്ലേ സത്യം പറഞ്ഞാൽ 31st ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. ദിസ് ഇസ് ലൈക്ക് എ റിലീഫ് ബട്ട് ഓൾസോ വി മിസ് ഇറ്റ് ഓഫ് കോഴ്സ്. ഓ ഇതെന്ത് ഭംഗിയല്ലേ. ഇതാണ് ഇപ്പൊ നമ്മുടെ പെരേഡിൽ വെക്കാൻ പോകുന്ന സ്റ്റാൻഡ്. അതേ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും തിരക്ക്. ഇതിപ്പോ വെളിയിലോട്ടാണ് എല്ലാ ആൾക്കാരും പോകുന്നത്. എന്തോ ഈ റോഡില് നമ്മുടെ അവിടെ എന്നാലും കുറവാ, നല്ല കുറവാ. കാര്യങ്ങളൊക്കെ മേടിക്കാവുന്നേ. ഒരു കോക്ടെയിൽ സമൂസ, ചീസ് നഗറ്റ്സ്, പിന്നൊരു ഫിംഗേഴ്സ്. നമ്മൾ 3 പീസ് നമ്മൾ വന്നിരിക്കണേ ഇപ്പോൾ ന്യൂ ഇയേഴ്സ്. ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് പള്ളിയിൽ പോകണം. ന്യൂ ഇയർ ആയി അപ്പം തന്നെ. ഈ പ്രാവശ്യം നമ്മുടെ ഇടവേളക്കത്ത് ജീവസിനങ്ങളൊക്കെ ഒരു കുഞ്ഞു സാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പറമ്പിൽ അഫ്കോഴ്സ് എല്ലാവരും ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കൺഫ്യൂസ്ഡ് എവിടെ പോകും, എല്ലായിടത്തും പോവാം. പിന്നെ തിരക്ക് കുറവാണ് ഈ പ്രാവശ്യം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനും ഇത് മതിയില്ലേ, പിന്നെന്താ വേണ്ടേ കുടിക്കാനും എല്ലാം ഡ്രിങ്ക്സ്.
ഗായ്സ് നമ്മളുടെ പള്ളിയിലോട്ട് പോണിയാ. ഹാപ്പി ന്യൂ ഇയർ. ആയിട്ടില്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞാലോ. പള്ളിയുടെ പുറത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാൻ സ്പാനിഷിലേക്ക് മൈ ഫേവറേറ്റ്. Cheers. This is how we celebrate New Year. ഇതൊക്കെ മൈക്കിൾ ജാക്സനെയാണ് വെച്ചിരിക്കണേ. മൈക്കിൾ ജാക്സൺ തന്നെയാണെന്നറിയില്ല. ഇത് നമ്മുടെ ഇടവഴിയുടെ അറ്റത്താ. നമ്മളിത് ഇപ്പൊ 11 മണി കഴിഞ്ഞു, ജോലിയൊക്കെ തീർന്നു. അപ്പത്തേ നമ്മള് ഞാലിപ്പറമ്പിൽ പോവുകയാണ് എന്താന്ന് നോക്കാൻ. അവിടെ ആയിരിക്കും മിക്കവാറും. ഇതിനിപ്പോ ഈ മൈക്കിൾ ജാക്സനെ കത്തിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഹായ്. നമ്മുടെ ഞാലിപ്പറമ്പ് ജംഗ്ഷൻ നല്ല തിരക്ക് കുറവാട്ടോ കമ്പയറിങ് ടു ദ ലാസ്റ്റ് ഇയർ. ഇപ്പൊ പരേഡ് ഗ്രൗണ്ടില് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാ.
ഞാലിപ്പറമ്പിൽ തിരക്ക് നോക്കാൻ വന്നതാ. നല്ലൊരു ലൈറ്റിംഗ് കണ്ടു. നമ്മളപ്പോൾ ഇന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിപ്പോൾ തിരക്കില്ലാത്ത വഴിയാണ്, കാരണം ദ മോർ ദ ക്രൗഡ് ഇസ് ദ ഹോട്ടർ ദ വെദർ. നല്ല ചൂടുണ്ട് പുറത്ത്. വെളിയിലത്തെ പപ്പാനി കത്തിക്കൽ കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ തിരിച്ചു വന്നെയാന്ന് തോന്നുന്നു. ഡാൻസ് കളിച്ചപ്പോൾ തന്നെ വേർത്ത് കളിച്ചു. നോ, ഹീസ് നോട്ട് ഡ്രങ്ക് ഗൈസ്, ദിസ് ഇസ് ഹൗ ഹീ ഈസ്. നമ്മൾ പട്ടാളത്തെത്തി. പട്ടാളത്തെ തിരക്ക് നോക്കൂ. പട്ടാളത്തെ പിള്ളേര് ഭയങ്കര വലിയ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കണയാന്ന് തോന്നുന്നു. Oh my God! മ്യൂസിക് ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു. വീട്ടിൽ പോകുന്നതിന്റെ തിരക്കാന്ന് തോന്നണു. ചൂടുണ്ട് എന്തായാലും, ഒരു രക്ഷയില്ലല്ലേ. പട്ടാളത്തിൽ നിന്ന് നടന്ന് നടന്ന് വെളി എങ്ങോട്ടോ പോവുകയാണ് ഇപ്പോൾ. ആൻഡ് ഇവിടെയൊക്കെ നല്ല നിശ്ചപ്പല്ലേ, കൊള്ളാം. ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇനി എന്തെങ്കിലും പരിപാടി പൊട്ടിച്ചിട്ടുണ്ടോന്ന്. അതിന് മിക്ക വീടുകളിലും ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, which is great. ഇതിലൊക്കെ പരിപാടിയാണ് ഫുള്ള്. പല വഴികളിലും പരിപാടി നടക്കുന്നുണ്ട്. വഴി കയറിയേക്കണെയാണ്. നമുക്ക് ഇന്ന് ഫോർട്ട് കൊച്ചിയുടെ ഇടവഴികൾ എക്സ്പ്ലോർ ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ മൈ ക്യൂട്ടീസ്. നമ്മളപ്പോൾ ഇപ്പൊ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാ. നമ്മൾ ആക്ച്വലി വീട്ടിൽ തിരിച്ചു പോയായിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൾക്കാരൊക്കെ നടക്കാൻ തുടങ്ങി. താമരപ്പറമ്പിൽ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ചിരട്ടപ്പാലത്തോട്ട് പോവാം. I feel like ഈ പ്രാവശ്യം മൊത്തത്തിൽ പരിപാടിയൊക്കെ അങ്ങോട്ട് ഷോ പോയിരുന്നല്ലേ. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഫോർട്ട് കൊച്ചി മീൻസ് പ്രോപ്പർ കൊച്ചിക്കാരില്ല, ഒട്ടും ഇല്ല അല്ലേ. മിക്കതും പുറത്തുനിന്ന് വന്ന ആൾക്കാരാ കൂടുതല്. നോക്കിവിടെ മനുഷ്യ. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ഈ ഞാലിപ്പറമ്പ് ജംഗ്ഷനിൽ മൊത്തം പിള്ളേര് താഴെ കിടന്നുറങ്ങണയായിരുന്നു. പോവാനെവിടെ ഇല്ല, പോവാൻ പറ്റാത്ത അവസ്ഥ. What I got, there was a പാവം കുട്ടി, ഒരു പാവം കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും ഞങ്ങൾക്കിത് 50 രൂപക്ക് തന്നു. ഞങ്ങൾ ഡിസ്കൗണ്ട് പോലും ചോദിച്ചില്ല. ദേവേ ലൈക്ക് 50 രൂപക്ക് തരാൻ എടുത്തോന്ന് പറഞ്ഞു പാവങ്ങൾ. സോ വി ബോട്ട് ഇറ്റ്. ഐ മീൻ ഐ ലുക്ക് ലൈക്ക് സം സ്റ്റുപ്പിഡ് അല്ലേ, നല്ല മണ്ടീനെ പോലെ ഉണ്ട്. ബട്ട് യാ they do this for their living. So അതെ, ഒരു നല്ല കാര്യം ചെയ്തൊരു ഫീലിംഗ്. ഇറ്റ് ഫീൽസ് ഗുഡ്. പാവങ്ങൾ കറങ്ങി തിരിച്ച് ഞാലിപ്പറമ്പിൽ തന്നെ എത്തി. ഇവിടുത്തെ പരിപാടികളെല്ലാം നിർത്തിച്ചു. ബിക്കോസ് അടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാർ പിന്നെ പരിപാടിയൊന്നും സമ്മതിക്കില്ല. അവരെ പറയാൻ പറ്റില്ല. നമുക്ക് പക്ഷേ ശോകമായിപ്പോയി. ഹാ, ബട്ട് എനിവേസ് ഗൈസ്, ഇറ്റ് വാസ് എ ഹാപ്പി ന്യൂ ഇയർ ഇൻഡീഡ്. ഇതെങ്കിലും ഉണ്ടായിരുന്നല്ലോ. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ഹായ് ഗൈസ്, ഞാൻ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ച തലേത്തെ സാധനം വെച്ചിട്ട് ഐ തോട്ട് ഷീൽ എൻഡ് ഫ്രം ഹിയർ. ദിസ് ഈസ് അവർ ഞാലിപ്പറമ്പ്, നമ്മുടെ വീട്, ഹോം. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് പരിപാടി. ആൻഡ് പീപ്പിൾ റൂയിൻഡ് ഇറ്റ്. പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, ലിറ്ററലി അല്ലേ. പക്ഷേ ഇതിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് പിള്ളേർ തിരിച്ചടിച്ചു. അങ്ങനെയാണ് ഈ ഡ്രൈവർ. നൗ വി ഡോണ്ട് ഹാവ് എ പ്രോഗ്രാം ഹിയർ, വിച്ച് ഇസ് സാഡ്. എനിക്കാണെങ്കിൽ റോഹിന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ഇറ്റ്സ് ഓക്കെ. സോ ഐ വോണ്ട് ടു വിഷ് ഓൾ ഓഫ് യു ആർ വെരി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. നിങ്ങളെല്ലാവരുടെയും എനിക്ക് ഈ വീഡിയോസ് ഒരിക്കലും എടുത്തിട്ട് ഇടാൻ പറ്റില്ലായിരുന്നു. താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ സോ മച്ച്. ആൻഡ് വെളിയിലിപ്പോൾ ഞങ്ങൾ പോയില്ല, മമ്മി അച്ഛനും പോയിട്ടുണ്ടെങ്കിൽ മമ്മി അച്ഛനോടും പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ വീഡിയോ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഹാപ്പി ന്യൂ ഇയർ. സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇനി 2025 കുറേ അടിപൊളി വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ,
make sure to subscribe, like, and share. Lots of love to all.